പക്ഷേ ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോൾ പക്ഷേ അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം ഹിന്ദു രാജ്യമാകുക എന്നുള്ളതാണ് രാജ്യത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് ആ രൂപത്തിലേക്ക് ചില കാര്യങ്ങൾ പോകുമ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഭരണഘടനയുടെ ചെറു രൂപവുമായിട്ടാണല്ലോ രാഹുൽ ഗാന്ധി വോട്ട് തേടിയത്. അതിൻ്റെ തുടർച്ചയായി അംബേദ്കറുടെ വാചകങ്ങളെ, അംബേദ്കറുടെ ആശയങ്ങളാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം എന്ന തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് എത്തുന്നു എന്നുകൂടി അതിനെ വായിച്ചുകൂടെ? അങ്ങനെ വായിക്കണം, അങ്ങനെ വേണം വായിക്കാൻ. ഒരു കാലത്ത് അംബേദ്കറോട് പുലർത്തിയ അനീതി അതിന് പ്രായശ്ചിത്തം ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിയെയും സഖ്യകക്ഷികളായ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെയും ഇപ്പോൾ കാണേണ്ടി വരുന്നു. അത് മാറി വന്ന ഒരു രാഷ്ട്രീയ ചിത്രമാണ്. പണ്ട് ദളിതുകളുടെ പിന്തുണ കോൺഗ്രസ് പാർട്ടി ഹാസ് ടേക്കൺ ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. നോക്കൂ സ്മൃതി, 25% ഇന്ത്യക്കാർ ഒന്നുകിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗക്കാരാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗക്കാരാണ്. ഇവർ വലിയൊരു കളക്റ്റീവ് വോട്ട് ബാങ്കാണ്. ദളിത് പാർട്ടികൾ ഒരുപാട് രംഗത്ത് വരികയും അസ്തമിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത, ദളിത് രാഷ്ട്രീയം എന്ന ഒന്നിന് വലിയ പ്രസക്തിയില്ല, മറിച്ച് മുഖ്യധാര കക്ഷികളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായി ദളിത് രാഷ്ട്രീയം വരികയാണ്. അതിൽ നേട്ടം കൊയ്തത് ഈ അടുത്ത കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു വിശാല ഹിന്ദു ഐഡന്റിറ്റിയിലേക്ക് ദളിതുകളെ കൂടി, ദളിത് വിഭാഗക്കാരെയും ആദിവാസികളെയും അതുപോലെ OBC വിഭാഗക്കാരെയും ചേർത്ത് പിടിക്കുന്ന BJPയുടെ ഒരു രാഷ്ട്രീയ തന്ത്രം, അത് വിജയം കണ്ടതുകൊണ്ടാണ് മോദിക്ക് 2014-ലും 2019-ലും 2024-ലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് എന്ന ഉത്തമ ബോധ്യമുണ്ട് BJPക്ക്. അതുകൊണ്ടാണ് അംബേദ്കറൈസ്ഡ് ലെഗസി അവകാശപ്പെടാൻ BJP ശ്രമിച്ചത്. രാഷ്ട്രപതിയെ ഇപ്പോൾ ദളിത് ആദിവാസി വിഭാഗക്കാരിയായ ഒരു വനിതയായ രാഷ്ട്രപതി നമുക്കുണ്ടായിരിക്കുന്നു. അതിനു മുമ്പ് ഒരു ദളിത് വിഭാഗക്കാരനായ ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായി. BJPയുടെ ഒരു സമയത്ത് വന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രതീകങ്ങളായി അംബേദ്കറൈസ്ഡ് പ്രതീകങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളെയും സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട രൂപകങ്ങളെയും അതേപോലെ അംബേദ്കറൈസ്ഡ് രൂപകങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രായോഗികമായി ചില കാര്യങ്ങൾ ചെയ്തത് BJP ആണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ്. അങ്ങനെ കൂടി ഉണ്ടല്ലോ. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചത്. പാർലമെന്റിനകത്ത് ഒരു ചിത്രം പോലും ഉണ്ടായിരുന്നില്ല എന്ന്. കായികമായി ചെയ്തു അത് ഉപരിപ്ലവം. സ്മൃതി, ഇത് ഉപരിപ്ലവമായി ഒരു ഏകതാ പ്രതിമ സ്ഥാപിച്ചത് കൊണ്ട് മാത്രം സർദാർ വല്ലഭായ് പട്ടേലിനെ BJPക്ക് വലിയ ആളാക്കാനാവില്ല. ഇത് പ്രതീകങ്ങളാണ്, പ്രതീകാത്മകമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ അംബേദ്കറൈസ്ഡ് ലെഗസി എന്ന് പറയുന്നത് മതനിരപേക്ഷ ഭാരതം, അതോടൊപ്പം തന്നെ സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയിൽ അധിഷ്ഠിതമായ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, പ്രത്യേകിച്ച് അവശ്യ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഭരണഘടനയുടെ അന്തസ്സ്. അതിൽ തന്നെ പ്രധാനം ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്, സാഹോദര്യം. അത് അംബേദ്കറിന് വലിയ സംഭാവനയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധമത പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു സംഭാവന കൂടിയാണ്, ആ കൺവിക്ഷനാണ്. ഈ സാഹോദര്യം ഇപ്പോഴത്തെ അന്ന് അംബേദ്കർ കണ്ട ഒരു ഹൈന്ദവ ഘടനയിൽ ആ സാഹോദര്യം നഷ്ടപ്പെടുന്നു എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് ചേർന്നതും ഒരുപക്ഷെ വലിയ രീതിയിൽ ആളുകളെ ആ ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചതും അതുകൊണ്ടാണ്. ആ വസ്തുത നിലനിൽക്കുന്നു. ഇപ്പോൾ ഹൈന്ദവ ദേശീയവാദികൾ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ആ ഒരു മതരാഷ്ട്രവാദികൾ ഒരു പരിധിവരെ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെ അന്ന് അതിശക്തമായി എതിർത്തിരുന്ന ഒരാളാണ് അംബേദ്കർ. എന്നാൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളെ, ഒബ്ജക്റ്റുകളെ എല്ലാം സംരക്ഷിക്കുകയും അതിനെ വലിയ തോതിൽ പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതും BJPയാണ്. അത് ഒരു പരിധിവരെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിലാണ്. പക്ഷേ ആശയങ്ങളെ ഇപ്പോൾ വൈകി എങ്കിലും പറ്റിയ തെറ്റ് തിരിച്ചറിഞ്ഞ് ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കാനായി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാതി സെൻസസ് അല്ലേ. ജാതി സെൻസസ് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ജാതീയമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്കുള്ള സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ വേണമോ എന്ന ചിന്തയാണ്. അതൊരു വിശാലമായ അംബേദ്കറൈസ്ഡ് ചിന്തയാണ്. ഒരിക്കലും ഒരു സവർണ ഹൈന്ദവ മേധാവിത്വത്തെ അംബേദ്കർ അനുകൂലിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സവർണ ഹൈന്ദവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ പ്രാതിനിധ്യം പാർലമെന്റിൽ ഉണ്ടാകുന്നതിനെതിരെ നിയമനിർമ്മാണം ഉണ്ടാകണം, ഭരണഘടനയിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാകണം എന്ന ആഗ്രഹം അംബേദ്കർ പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്.
അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ അംബേദ്കറിന് വേണ്ടി രണ്ട് വിഭാഗങ്ങളും കടിപിടി കൂടുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തെ രണ്ടായി വീതിച്ചുകൊണ്ട് ആദ്യ ഭാഗത്ത് ഒരുപക്ഷെ BJPയുടെ മുൻ രൂപവും കോൺഗ്രസ് പാർട്ടിയും അംബേദ്കറിനോട് അനീതി കാട്ടി അംബേദ്കറിനെ എതിർത്തു. എന്നാൽ രണ്ടാം ഭാഗത്ത് ഇരു വിഭാഗങ്ങളും പരസ്പരം മത്സരിച്ച് അംബേദ്കറൈറ്റ് ലെഗസി തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതാണ് കൗതുകമുണ്ടാക്കുന്ന ഒരു കാര്യം. ഒരു കാര്യത്തിൽ ആസ്വദിക്കാം, ഭരണഘടനയുടെ ശില്പിക്ക് വേണ്ട ആദരം രണ്ട് ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. NDA ഭാഗത്തു നിന്നും ഇന്ത്യ മുന്നണി ഭാഗത്തു നിന്നും ലഭിക്കുന്നു എന്നത് അമിത്ഷായുടെ വാചകങ്ങൾ എങ്ങനെയാണ് അതൊരു ആദരമാകുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്? ഇദ്ദേഹത്തിന്റെ അമിത്ഷാ സാധാരണ നോ നോൺസെൻസ് പേഴ്സൺ ആണ്. പ്രസംഗങ്ങളിൽ സാധാരണ വീൺ വാക്കുകൾ അമിത്ഷായുടെ വായിൽ നിന്നും സാധാരണ വീഴാറില്ല. അമിത്ഷായുടെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം എടുത്തുകൊണ്ട് അതിൽ രണ്ട് വാചകം ഇത് പറയാൻ അമിത്ഷാ പറയാൻ ശ്രമിച്ചത്, കോൺഗ്രസ് പാർട്ടിക്ക് അംബേദ്കറിന്റെ പേരുച്ചരിക്കാൻ എന്ത് അവകാശം, അംബേദ്കർ 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 എന്ന് പറയുന്നു, അതിന് പകരം ദൈവനാമം ഉച്ചരിക്കുകയല്ലേ നല്ലത്, നിങ്ങളല്ലേ അംബേദ്കറെ തുച്ഛീകരിച്ച് കണ്ടത്, ഞങ്ങളല്ലല്ലോ, ഞങ്ങളല്ലേ അംബേദ്കറിന് വേണ്ട ഇടം വൈകിയെങ്കിലും ഞങ്ങൾക്ക് അധികാരം കിട്ടിയപ്പോൾ ഭാരതരത്ന കൊടുത്തതും ഞങ്ങൾ പിന്തുണച്ച VP സിംഗ് സർക്കാരല്ലേ 1990-ൽ, ഞങ്ങളല്ലേ അംബേദ്കറുടെ സ്മാരകങ്ങൾ 5 ഇടങ്ങളിലായി പണിയാൻ മുൻകൈ എടുത്തത്. അതുകൊണ്ട് അംബേദ്കറെ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളല്ലേ, നിങ്ങൾക്ക് അംബേദ്കറിന്റെ പേരുച്ചരിക്കാൻ എന്ത് അവകാശം എന്ന് പറയുന്നതിന് മുന്നോടിയായി പറഞ്ഞ 2-3 വാചകങ്ങൾ അമ്പേ പാളിപ്പോയി. പക്ഷേ ആ കിട്ടിയ അർദ്ധാവസരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി കൺസോളിഡേറ്റ് ആകുന്ന കാഴ്ച കണ്ടു. അത് തീർച്ചയായും അത് രാഷ്ട്രീയമാണ്. ആ വീട് കിട്ടിയ ഒരു അവസരമാണ് ഇന്ത്യ മുന്നണി മുതലാക്കിയിരിക്കുന്ന. ചിതറിപ്പോകാമായിരുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഇപ്പോൾ ഈ വിഷയത്തിൽ BJPക്കെതിരെ, ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഒന്നിച്ചിരിക്കുന്നു എന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.